എന്റെ പത്ലു, എനിക്ക് കഴിക്കാൻ വല്ലതും തരൂ. വിശന്നിട്ട് എനിക്ക് നടക്കാൻ പോലും വയ്യ. നീ നിന്റെ നാടകം ഒന്ന് നിർത്ത. എന്റെ കയ്യിൽ കഴിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. വിശക്കുന്നേ, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ താ എന്റെ പത്ലു. വിശന്നിട്ട് എനിക്ക് എന്റെ കുടല് കറിയത് മണം വരുന്നു. അടുത്തെവിടെയോ കല്യാണം ഉണ്ടല്ലേ? കല്യാണ വീട്ടിൽ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇൻവിറ്റേഷൻ ഇല്ലാതെ കല്യാണത്തിന് പോയാ ഭക്ഷണത്തിന് പകരം ചെരുപ്പ് തിന്നേണ്ടി വരും. എന്റെ പത്ലു, അത്രേ ആൾക്കൂട്ടത്തിനാണെങ്കിൽ ഇതൊക്കെ ആരറിയാനാ? വെൽക്കം സാർ. താങ്ക് യു. ഭക്ഷണം എവിടെയാണ് വെച്ചിരിക്കുന്നത്? അവൻ ഉദ്ദേശിച്ചത് ഏത് ഭാഗത്തേക്കാ പോണ്ടെന്നാ ചോദിച്ചേ. ഏത് ഭാഗത്തേക്കാ പോണ്ടേ? വരനും വധുവും എവിടെയാണ് എന്ന്. അവരിവിടെ സ്റ്റേജിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആദ്യം ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങോട്ട് പോകൂ. നിങ്ങൾ കഴിക്കുമ്പോഴേക്കും ചടങ്ങുകൾ ആരംഭിക്കും. കൊള്ളാലോ, എന്റെ മനസ്സിലുള്ളത് തന്നെ അങ്ങ് പറയുന്നല്ലോ. ഒന്നുമില്ല. സമൂസയൊന്നുമില്ല. ഇതുവരെ വന്നില്ല സാർ. നല്ല ചൂടോടെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ശരിയെന്നാ, അതുവരെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചോളാം. ഡബിൾ പ്ലേറ്റ്. മോനെ, എനിക്കൂടെ അടിപൊളി. എടോ, എന്നെ കഴിക്കാൻ സമ്മതിക്കൂലേ നിങ്ങള്? മോട്ടു വേഗം വാ. നിങ്ങളാരാ? എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. ഞങ്ങള് പൊളിക്കടുത്തല്ലോ. രസഗുല്ല എവിടെ? എവിടെ പോയി ഞങ്ങളുടെ പ്ലേറ്റ്? എനിക്കറിയില്ല സാറേ. ഇവിടെ ഒരു കള്ളനുണ്ട്. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ അവനെ പിടിച്ചിരിക്കും. ഓടേണ്ട ആവശ്യമൊന്നും ഇല്ല. ടേബിളിനടിയിൽ കള്ളന്മാരുണ്ട്. എന്റെ രോഗികളാണ് സത്യം. കള്ളന്മാരെ പിടിക്ക്. ഞാൻ ഇതുവരെ കഴിച്ചു പോലും തുടങ്ങിയിട്ടില്ല. അവന്മാരാണെങ്കിൽ ടേബിള് സഹിതം എടുത്തോണ്ട് ഓടിയത്. വെറുതെ വിടല്ലേ, പിടിക്ക്. ഓ ചിങ്കവന്റെ ചങ്ക, എന്നെ കൂടെ എന്റെ മുകളിലൊന്ന് കയറ്റ്. ഞാൻ ഇതുവരെ ഡിന്നർ കഴിച്ചിട്ടില്ല. പൊളിക്കടുത്തല്ല, എനിക്കും നല്ല വിശക്കുന്നുണ്ടല്ലോ. പത്തിലു പുറത്തെല്ലാവരും നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുക. അവരടുത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഡ്രസ്സൊക്കെ മാറിയേ പറ്റൂ. ഞാൻ ഇത് ഇട്ടോളാം. ഇത് കറക്റ്റ് എന്റെ സൈസിനുള്ളതാ. ഇത് കല്യാണ ചെക്കന്റെ ഡ്രസ് പോലെ ഉണ്ടല്ലോ പത്തിലു. അവൻ ബാത്റൂമിലാന്നാ തോന്നുന്നു. വരൂ മണവാളച്ചക്ക, നിങ്ങൾക്ക് വേണ്ടി മണവാട്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആരാണ്?
ഞാൻ നിങ്ങളുടെ മേക്കപ്പ് മാനാ. അയ്യോ അവരെ പിടിക്കേ. ആരാത്? അതെ ചേട്ടാ, എല്ലാരും എവിടെ പോയി? കല്യാണം തുടങ്ങാറായി, എല്ലാരും അങ്ങോട്ട് പോയി. നിക്കവിടെ നിക്കാൻ. ഞാനാണ് ജോൺ, ഞാൻ തന്നെയാണ് ജോൺ, ഞാനായിരിക്കും ഡോൺ. ഈ കല്യാണ വീട്ടിൽ കക്കാൻ വന്നവൻ. ആരാ കക്ക? എടാ പൊട്ടക്കണ്ണം കോന്ത, ഞാനായിരിക്കും കക്കുന്നത്. ഈ ഞാൻ വാടാ. എന്റെ ദൈവങ്ങളെ സഹായിക്കണേ. പത്ലുവിന് കല്യാണം ഒന്നും നടത്തി കളയല്ലേ. നോക്കൂ കുട്ടികളെ, ഞാൻ നിങ്ങളുടെ കല്യാണം നടത്താൻ പോവുകയാണ്. ഈ കല്യാണം ഇവിടെ നടക്കില്ല. ഈ പിച്ചക്കാരൻ ഇത് എവിടുന്നാ വന്നേ? ഇവനെ വിളിച്ചോണ്ട് പോ. ഇവരെ പിടിച്ച് പുറത്താക്കി. ഇതാരാ? കള്ളൻ, കള്ളൻ! മുറിയിൽ നിന്ന് വധുവിന്റെ മാല മോഷണം പോയി. ആ കാണുന്ന തടിയനെ മോഷ്ടിച്ച നോന്നു, അവരെ പിടിക്കേ. ജോണാണ് മോഷ്ടിച്ചത്. പിടിക്ക്, വിടരുത്, അവനെ പിടിക്ക്. എന്റെ അമ്മോ. കണ്ടില്ല പെണ്ണിന്റെ മാല. അത് എന്റെയാ. എന്തിനാ കിട്ടിയത്? നല്ല മണം. ചിങ്കം സാറേ, ഇന്ന് പിടിച്ചോ കളവ് പോയ മാല. പിന്നെ ഇതിന്റെ മോഷ്ടാവ് മേളിന്ന് വന്നോണ്ടിരിക്കുക. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Impossible. മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. സോറി കൂട്ടുകാരെ, വിശന്നിരിക്കുമായിരുന്നു. പെട്ടെന്ന് സ്വാദുള്ള ഭക്ഷണത്തിന്റെ നല്ല മണം കിട്ടിയപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, കഴിക്കാനിങ്ങ് പോന്നു. ഞങ്ങൾ ഇന്ന് നിങ്ങളെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കൂ. ഇന്നിവർ നമ്മുടെ അതിഥികളാണ്. മതി മതി, വയറ് നിറഞ്ഞു. കുറച്ചുകൂടെ കഴിക്കേ. കുറച്ചുകൂടെ കഴിക്കട്ടെ. കഴിക്കങ്ങോട്ട് ഒന്നുകൂടെ. മോട്ടു പെട്ടെന്ന് വാതിൽ അടച്ചോ. ചായക്കടച്ചേട്ടൻ പൈസ ചോദിക്കാൻ വരുന്നുണ്ട്. 2 മാസമായിട്ട് നമ്മൾ അയാളുടെ കട ഒന്നും വീട്ടൊന്നുമില്ല.
ബോക്സറേട്ടനായിരുന്നോ? വന്നാലും വന്നാലും ഈ അതിരാവിലെ എന്തിനാ വന്നത്? ബോക്സർ ചേട്ടാ സോറി, തെറ്റ് സംഭവിച്ചു പോയി. ഞാൻ വന്നത് മുകളിലത്തെ കാലാവസ്ഥ നോക്കാനാ. എത്ര നല്ലതാ. പോയി നോക്ക്. ഉറപ്പായിട്ടും നോക്കാം. വാ മോട്ടു. എവിടെയും പോകേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളെ അയക്കാം. നിങ്ങളിതെന്താ ചെയ്ത്? ഞങ്ങളുടെ മേൽക്കൂര പോയില്ലേ? ഏയ്, നീ എന്ത് കൂട്ടുകാരനാ? നിനക്ക് കൂട്ടുകാരനെ പറ്റിയല്ല ചിന്ത അല്ലേ? നിന്നെയും നിന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് അയക്കാം. ഒരു മിനിറ്റ്, ഞങ്ങൾ എങ്ങനെ മേലേക്ക് അയക്കാനാണെങ്കിൽ എന്തിനാ ഇടിച്ചയക്കുന്നേ? വാ മോട്ടു. ഏയ്, ഒന്ന് നിന്നിട്ട് പോ. ഞാൻ അയക്കുമല്ലോ നിങ്ങളെ മുകളിലോട്ട്. ഇതെന്റെ അവകാശമല്ലേ? ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ. നീളമില്ലാത്തവർക്ക് നീളം വെക്കാം, മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വെക്കാം, വണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കാം. എന്റെ കയ്യിലുള്ള മരുന്ന് കഴിക്കൂ. 2 രൂപ, വെറും 2 രൂപ മാത്രം. നീളം വെക്കാനുള്ള മരുന്ന് 2 രൂപ മാത്രം. നമുക്ക് ഇത്രയും നീളം ഉണ്ടായിരുന്നെങ്കിൽ ബോക്സറേട്ടൻ നമ്മളെ ഒരിക്കലും എടുത്തിട്ട് അടിക്കില്ലായിരുന്നു. അവന്റെ മരുന്ന് മേടിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഇതാ ചേട്ടാ 2 രൂപ. ഞങ്ങൾക്ക് ആ ഗുളിക തരുമോ? ഒരു ഗുളിക മാത്രം കഴിച്ചിട്ട് ഒരു ഗുളിക വീട്ടിൽ കൊണ്ടുപോയിക്കോ. ആദ്യത്തെ ഒരു ഗുളിക കൊണ്ട് ഫലം ഉണ്ടായില്ലെങ്കിൽ ബാക്കി ഗുളിക 2ാമത്തെ ദിവസം കഴിച്ചോ. മോട്ടു എണീക്കെ എണീക്കെ. ഇത് കണ്ടോ എന്താന്ന്? ഓഹോ, എന്തിനാ കാലത്ത് ഇങ്ങനെ ശല്യം ചെയ്യുന്ന പത്ലു? നീ നിന്റെ കാലിലേക്കൊന്ന് നോക്ക്. ഞാൻ നീളം വെച്ചു. നോക്ക്, ഞാൻ ശരിക്കും നീളം വെച്ചു. പത്ലു, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്ക്. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. അല്ല, നിങ്ങൾ എന്താ അങ്ങനെ കാഴ്ച കണ്ടോണ്ട് നിക്കുന്നേ? എന്നെ ഒന്ന് സഹായിക്കേ. മോട്ടുവിനെ വലിച്ച് പുറത്തെടുക്ക്. എന്താ ഇത് പത്ലു? എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യേ. എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. ഏയ്, ഈ മോട്ടുവിന് ഇത് എന്ത് പറ്റി? കണ്ടറിഞ്ഞൂടെ എന്താ പറ്റിയെന്ന്? ഓടിക്കോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ പണിയൊന്നുമില്ലേ? എപ്പോ നോക്കിയാലും എന്റെ പുറകിൽ നിന്ന് മാറാതെ. ഇപ്പൊ ശരിയാക്കി തരാം. താങ്ക് യു ഏട്ടന്മാരെ, അനിയന്മാരെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. പത്ലു, നമുക്ക് ഈ ഗുളിക തന്ന അയാളെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുവോ? കാരണം എനിക്ക് ഇത്രയും പൊക്കം വേണ്ടായിരുന്നു. അവനെ ഞാൻ ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? വാ, ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയി നോക്കാം. എന്റെ അമ്മോ, പത്ലു രക്ഷിക്കൂ. ഈ ഡോഗ്സിനൊക്കെ ഒന്ന് ഓടിക്കൂ. നല്ല വിശപ്പുണ്ട്, പക്ഷെ കഴിക്കാനാണെങ്കിൽ ഒന്നുമില്ല താനും. ആഹാ, തേടിയ വള്ളി കാലിൽ ചുറ്റിയല്ലോ. ഇനി ഇത് കഴിച്ച് വയറ് നിറയ്ക്കാം. ദൂരെ പോവാൻ.
നിങ്ങൾക്ക് കണ്ടുകൂടെ ഇത്രയും ശക്തിയും ബലവുമുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നത്? ഞാൻ നിങ്ങളെ എല്ലാവരെയും പരലോകത്തേക്ക് അയക്കുംട്ടോ. അതെ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് നമ്മളെ തന്നെ പേടിപ്പിക്കുകയാണല്ലോ ഇവൻ. ഭയങ്കര ശക്തിശാലിയായെന്നാ തോന്നുന്നത്. വാ, അവന്റെ പൊട്ടത്തലക്കിട്ടൊരു പണി കൊടുത്തിട്ട് വരാം. ഓക്കേ, അവനെ ഒരു പാഠം പഠിപ്പിക്കാം. റെഡി ഫോർ ദ അറ്റാക്ക്. സിംഗിൾ ലൈൻ ഫോർമേഷൻ. നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ ഒരേ ലൈനിൽ വരുന്നത്? എന്ത് ചെയ്യാനാ ഉദ്ദേശം? വേണ്ട! എന്റെ അമ്മോ! എന്നെ വിട്ടേക്കൂ! ഇതെന്തൊരു കഷ്ടമാണ് ദൈവമേ. ചെറിയ പക്ഷികൾ പോലും എന്നെ കണ്ടിട്ട് പേടിക്കുന്നില്ല, പിന്നെ ഇവിടുത്തെ ബോക്സർ പേടിക്കുക. വിശന്നിട്ടാണെങ്കിൽ കുടല് കരിയുന്നു. ഭക്ഷണം എങ്ങനെ കഴിക്കാനാ? മേഡം, എനിക്കും കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഇതിന്റെ മണം നല്ല രസമുണ്ട്. മാറിപ്പോ മാറിപ്പോ. ഭിക്ഷ ചോദിക്കാൻ വേണ്ടി ഓരോ മാർഗങ്ങൾ കണ്ടെത്തി വന്നിരിക്കുക. വേഗം പൊക്കോ ഇവിടുന്ന്. കള്ളൻ കള്ളൻ കള്ളൻ. വന്നോളൂ വന്നോളൂ, നിങ്ങളുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഞാനത് ചെറുതായിക്കോട്ടെ, ഒറ്റ ഒരുത്തരം ഞാൻ വെറുതെ വിടൂല. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, എംപോസിബിൾ. എന്റെ അമ്മോ, ഇതൊരു വലിയ കള്ളനാണല്ലോ. എന്നാലും ഞാൻ വിടില്ല. ഏയ്, the name is ചിങ്കം. അവിടെ നിൽക്ക്. നീ സ്വയം നിയമത്തിന് കീഴടങ്ങിക്കോ. എന്റെ അമ്മോ, മോട്ടു, നീ എങ്ങനെ ഇത്രയും നീളം വെച്ചത്? നിക്ക് നിക്ക്, അവിടെ നിക്ക്. എന്നെ ബാൽക്കണിയിൽ നിന്ന് ഇറക്കി വിട്. നിൽക്കാൻ പറ്റില്ല, കാരണം അവരിത് തീരുമാനം എടുത്തിരിക്കുക എന്റെ തല കൊത്തി പൊളിക്കണമെന്ന്. എനിക്ക് തോന്നുന്നത് ആർമിയിൽ എന്തോ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതെന്നാ. പുതിയ തരം ഫോർമേഷൻ ഒക്കെ ഉണ്ടാക്കി വിസിലൊക്കെ അടിച്ച് അറ്റാക്ക് ചെയ്യുവായന്മാര്. മോട്ടു, എന്നെ രക്ഷിക്ക്. എന്റെ അമ്മോ, മമ്മി. എന്റെ ജീവിതത്തിലെ ശത്രുക്കളെ എന്റെ പുറകെ നിന്ന് മാറിത്തരൂ. കുറച്ചെങ്കിലും മനസാക്ഷി കാണിച്ചൂടെ നിങ്ങൾക്ക്? എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണോ? അമ്മേ! പത്തിലും എന്റെ കൂട്ടുകാരാ, നീ വന്നോ? പൊളിച്ചേ! എത്ര നേരമായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. വേഗം വരൂ, വേഗം വരൂ. ആ മിലിറ്ററിക്കാരെടുത്ത് തന്നെ ഒന്ന് രക്ഷിക്കൂ. അല്ല, എന്റെ ദൈവമേ, ഇത് എന്തൊരടങ്ങാറാ. എന്റെ മോട്ടോ, നീ ഇത് കണ്ടോ? ഡോക്ടർ ജഡ്ക നിന്നെ പഴയതുപോലെ ആക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. വേഗം കഴിച്ചോ, വേഗം. പത്തിലു, എന്റെ കൂട്ടുകാരെ, എന്റെ ചങ്ക, എന്റെ കരള്, താങ്ക് യു, താങ്ക് യു. ഇതിന്റെ കൂടെ കുറച്ച് സമൂസയും കൊണ്ടുവരാൻ. എന്റെ അമ്മേ, നിനക്ക് ഇത്രയൊക്കെ ആയിട്ടും സമൂസയുടെ വിചാരം മാത്രമേ ഉള്ളൂ. വേഗം കഴിക്കേ. അതെ, ഇനിയെങ്കിലും എന്റെ പുറകെ നിന്ന് മാറി തരുമോ? എന്റെ പത്തിലു, ഇതെന്താ നീ കാണിച്ചു വെച്ചത്? എന്റെ കാലിപ്പോ കാണാൻ പോലും ഇല്ലല്ലോ. ഡോക്ടർ ജഡ്കയുടെ മരുന്ന് കഴിച്ചാൽ എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. മക്കളെ, എന്നെ ഉപദ്രവിക്കാതിരുന്നൂടെ? ഞാൻ കളിപ്പാട്ടൊന്നും അല്ലല്ലോ. ഓടിക്കോ! മോട്ടു, എന്റെ അഭിപ്രായത്തിൽ നീ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ. പിന്നാലെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. പത്തിലു, ഓടിക്കോ! അത് കമാൻഡോ കാക്കുകളാണ്. ശരിക്കൊരു പട്ടാളക്കാരെ പോലെയാണ് അവരുടെ ആക്രമണം. ഓടിക്കോ!